പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞില്ല കേട്ടോ, ഞാനൊന്ന് 1 പ്രാവശ്യം 2017 ഫെബ്രുവരി 17 നടിയെ ആക്രമിച്ച കേസ് 2025 ഡിസംബർ 8 ആ വിധി വരുന്നു. ദിലീപ് കുറ്റവിമുക്തൻ. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിയിക്കുമ്പോൾ 8ാം പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുകയാണ്. 2017 തുടങ്ങിയ ആ നിയമ പോരാട്ടങ്ങൾക്ക് എല്ലാം ഒടുവിൽ 2025 ഇന്നത്തെ ദിവസം, ഇന്ന് രാവിലെ ദിലീപിന് ആശ്വാസമാകുന്നു. 8.25 വർഷത്തോളം തന്റെ വാ മൂടിക്കെട്ടിയ ആ കേസ് മുതൽ ഇനി ദിലീപിന് സംസാരിക്കാം എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴായി പല അഭിമുഖങ്ങളിലായി ദിലീപിനെതിരെ പല കാര്യങ്ങളും വന്നപ്പോൾ പോലും, ദിലീപിനോട് പ്രതികരണം ചോദിച്ചപ്പോൾ പോലും ദിലീപ് പറഞ്ഞത്, ഒരു നാൾ എനിക്ക് ആ സമയം വരും, ഞാൻ അന്ന് മുതൽ സംസാരിക്കും എന്നുള്ളതാണ്. ആ സമയം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി പ്രകാരം 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, അതായത് പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ 8ാം പ്രതിയായ ദിലീപിനെതിരെ ഒരു തരത്തിലുമുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ജസ്റ്റിസ് ഹണി എം വർഗീസ് വിധി പ്രഖ്യാപിക്കുമ്പോൾ ദിലീപിനെ ആശ്വസിക്കാം. ഇത് തന്നെയാണോ നീതി എന്നുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉയരുമെങ്കിൽ പോലും വിധിയെ വിധിയായി തന്നെ കണക്ക് കൂട്ടിക്കൊണ്ട് വേണം പറയാൻ. ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ദിലീപിന്റെ പുതിയ ഉദയം മലയാള സിനിമയിൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾക്കാണ് ഇനി വഴിവെക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2017 തുടങ്ങിയ ആ സംഭവത്തിന് ശേഷം ദാ ഇന്ന് വരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ദിലീപിന്റെ പതനം എന്ന് പോലും പലരും വിലയിരുത്തിയിരുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതുപോലൊരു നിർണായകമായ വിധിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നത്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചു എന്നത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പ്രത്യേകിച്ച് ഈ വിധിയുമായി ബന്ധപ്പെട്ട അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുമ്പോൾ പോലും ദിലീപ് കുറ്റക്കാരനാകണം എന്നുള്ള രീതിയിലേക്ക് വാദങ്ങൾ പ്രതിവാദങ്ങൾ അവിടെ നടക്കുകയും ചെയ്തിരുന്നു. ഒരു തരത്തിൽ സംശയം തോന്നിയിരുന്നു, നടിക്ക് നീതി ലഭിക്കണമോ അതോ ദിലീപ് അകത്താകണമോ എന്നതായിരുന്നു യഥാർത്ഥത്തിൽ നീതി എന്നുള്ള ചോദ്യം. പക്ഷേ വിധി ഇതാണ്. ആ വിധി അംഗീകരിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ദിലീപ് കുറ്റവിമുക്തനാകുന്നു. ദിലീപിന് ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാം തലയൂരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുകയാണ് പ്രേക്ഷകരെ. അതായത് ദിലീപ് കുറ്റവിമുക്തനായി, ദിലീപിനെ വെറുതെ വിടുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ദിലീപിന് യാതൊരുവിധ ഗൂഢാലോചനയും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദിലീപിനെ വെറുതെ വിടുകയാണ്. നമ്മൾ ഈ കേസിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പല മാധ്യമങ്ങളും പല രീതിയിൽ സംസാരിക്കുമ്പോൾ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 261 സാക്ഷികൾ, 438 ദിവസത്തെ സാക്ഷി വിസ്താരങ്ങൾ, 833 രേഖകൾ, 142 തൊണ്ടി മുതലുകൾ, കൂറുമാറിയ 28 സാക്ഷികൾ, 3215 ദിവസത്തെ നിയമ പോരാട്ടമാണ് ദാ ഇപ്പോൾ ഈ രീതിയിലേക്ക് വഴിമാറിപ്പോകുന്നത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അന്ന്, അതായത് 2017 ഫെബ്രുവരി 17 തുടങ്ങിയ ആ പോരാട്ടം, അന്ന് നടന്ന ആ ബലാത്സംഗ കുറ്റത്തിന് ശേഷം പിന്നീട് എല്ലാവരും മലയാള സിനിമ ഇൻഡസ്ട്രി ഒട്ടാകെ തന്നെ ദർബാർ ഹാളിൽ കൂടിയിരുന്നപ്പോൾ പോലും ദിലീപ് പറഞ്ഞിരുന്നൊരു വാചകമുണ്ട്. ദിലീപ് പറഞ്ഞത് ആ അതിജീവിതയ്ക്കൊപ്പമാണ് താൻ എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷെ 5 ദിവസങ്ങൾക്ക് ശേഷം ദിലീപ് മുഖ്യമന്ത്രി പിണറായി വിജയന് അന്നയച്ച മെസ്സേജുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കപ്പെടേണ്ടി വരുന്നത്. ദിലീപ് പറഞ്ഞത് തനിക്ക് നേരെ തിരിയുന്നു എന്നതാണ്. ജൂലൈ 10 2017 ദിലീപിൽ അറസ്റ്റിലാകുന്നു. അതിനുശേഷം ഒക്ടോബർ 3 നീണ്ട 85 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ദിലീപ് പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം എത്ര ഹർജികൾ, അതിജീവിത സുപ്രീം കോടതി വരെ പോയി നീണ്ടു നിന്ന കാര്യങ്ങൾ, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ 3 തവണ മാറിയിരിക്കുന്നു. എന്തൊക്കെ നടന്നു ഈ കേസിൽ? 8.25 വർഷത്തോളം നമ്മൾ എന്തൊക്കെ കണ്ടു മലയാളി പ്രേക്ഷകർ. അതിനിടയിൽ വാ മൂടിക്കെട്ടിയിരിക്കുന്ന ഒരു പ്രതിയായ ദിലീപ് ഒന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന് ദിലീപ് തന്നെ പറയുന്നു. ദിലീപ് തന്നെ പറഞ്ഞൊരു കാര്യം, ഒരു നാൾ ഞാൻ സംസാരിക്കും എന്നുള്ളതാണ്. ആ നാളിലേക്ക് തന്നെയാണ് ഇന്നത്തെ വിധി മാറുന്നതെന്ന് പറയാം. ദിലീപ് കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. അത് തന്നെയാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഈ നിമിഷത്തെ ഏറ്റവും വലിയ വിധി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇന്ത്യൻ ജനത ഒട്ടാകെ കാത്തിരുന്ന വിധി, ഇന്ത്യൻ ജനസമൂഹം ഒന്നാകെ നോക്കിയിരുന്ന വിധിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴേക്കും ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിലീപിന്റെ സിനിമയായ ബബ്ബയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ജോലികളും ദിലീപ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ അർദ്ധരാത്രി വരെ ആ വർക്കുമായി ബന്ധപ്പെട്ടാണ് ദിലീപ് നിന്നത്. ദിലീപ് വിധിയിൽ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ തനിക്ക് അനുകൂലമാകും വിധി എന്ന് ദിലീപ് ആദ്യം മുതലേ തന്നെ പറയുന്നുണ്ടായിരുന്നു. ദിലീപ് പറഞ്ഞു തനിക്ക് അനുകൂലമായിരിക്കും വിധി എന്ന് പോലും ദിലീപ് പറയുന്നില്ല. കാര്യങ്ങൾ കലങ്ങി തെളിയട്ടെ, ഞാനും ഒരു നാൾ സംസാരിക്കുമെന്നതാണ് ദിലീപ് പറഞ്ഞത്. പക്ഷേ ഈ ഗൂഢാലോചന കുറ്റം തെളിഞ്ഞില്ല. ദിലീപ് സന്തോഷപൂർവ്വം മാധ്യമങ്ങൾക്ക് മുന്നിൽ തൊഴുകയോടെ ചിരിച്ചുകൊണ്ടിറങ്ങി വരുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുന്നത്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന ദിലീപ്, ലഡ്ഡു കൊടുത്തും മധുരം വിളമ്പിയും ആഘോഷിക്കുന്ന ദിലീപ് ആരാധകരെയും നിങ്ങൾക്ക് ആ കോടതി വളപ്പിൽ കാണാം. നീതി കിട്ടിയോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുമ്പോൾ പോലും സത്യം ഇതാണ്, ഫാക്ട് ഇതാണ്. ഇന്നത്തെ ദിവസം നമ്മൾ കാണുന്നതും ഇതാണ്. ദിലീപിനെ വെറുതെ
തുടരുന്നു. ഈ കേസുമായി ദിലീപിന് ഒരു ബന്ധവുമില്ല. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ദിലീപ് പുറത്തേക്ക് ഇറങ്ങുന്നു. ദിലീപ് തല ഉയർത്തി നെഞ്ചു പിരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നൊരു കാഴ്ച അത് തന്നെയാണ് ഇന്നത്തെ മാധ്യമങ്ങളൊട്ടാകെ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന കാഴ്ചയായിട്ട് മാറുന്നത്. ദിലീപ് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ പോലും ഡ്രോൺ ക്യാമറയിൽ ഉൾപ്പെടെ പതിഞ്ഞ ദിലീപിന്റെ മുഖം. ദിലീപ് രാവിലെ ഇറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ദിലീപിന്റെ സഹായി കൊട ചൂടി ഡ്രോൺ വിഷ്വലിൽ പോലും ദിലീപിന്റെ മുഖം വരരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാറിലേക്ക് പോലും കയറ്റിവിടുന്നത്. അതിനുശേഷം ദിലീപ് നേരെ പോയത് അഭിഭാഷകന്റെ ഓഫീസിലേക്കാണ്. അവിടെ വെച്ച് ഏകദേശം ഒരു 15-20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന കൂടിക്കാഴ്ച. അതിനുശേഷം ദിലീപ് മാധ്യമങ്ങൾക്കൊന്നും മുഖം കൊടുക്കാതെ ഒരു തരത്തിലുമുള്ള പ്രതികരണം നടത്താതെ കഴിഞ്ഞ 8.25 വർഷത്തോളം ദിലീപ് എന്താണ് ചെയ്തത്? പ്രതികരണം കൊടുത്തില്ല. അതേ പ്രതികരണം ഇല്ലായ്മ തന്നെ ദിലീപ് തുടർന്നു. ആ കോടതിയിലേക്ക് എത്തി 10:50 കേസ് വിളിക്കുന്നു. 11 മണിക്ക് കൃത്യം വിധി പറയുന്നു. ആ വിധി പറഞ്ഞതിന് ശേഷം ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ദിലീപിന്റെ മുഖം ചിരിയോടെ പടർന്ന കാഴ്ച, വർഷങ്ങൾക്ക് ശേഷം ആ മുഖത്ത് സന്തോഷം വിടരുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇന്ന് രാവിലെ ഏകദേശം 11:15 കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. നീതി കിട്ടിയോ? അതിജീവിതയ്ക്ക് നീതി, അത് തന്നെയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം. ഒരു തർക്കവുമില്ല. അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യശരങ്ങൾ നിൽക്കുന്നെങ്കിൽ അത് ദിലീപിനെ കുറ്റക്കാരനാക്കിയാൽ മാത്രമേ അതിജീവിതയ്ക്ക് നീതി കിട്ടുമോ എന്നുള്ള ചോദ്യവും ഒരുപക്ഷം നിൽക്കുകയാണ്. എന്തായാലും കോടതി വളപ്പിൽ ആളുകൾ ജനസഹസ്രമാണ് അവിടെ നിൽക്കുന്നത്. ദിലീപിനെ കാണാൻ മാധ്യമങ്ങൾ ഒട്ടാകെ നിൽക്കുന്നു. ദിലീപിന്റെ ഒരു പ്രതികരണം അത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമായിട്ട് നിൽക്കുന്നത്. വിധി 3215 ദിവസങ്ങൾക്ക് ശേഷം ആ വിധി വരുമ്പോൾ കേരളം ഒട്ടാകെ ഞെട്ടുന്ന വിധിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പലരും ആഗ്രഹിച്ചിരുന്ന വിധി, പലരും എതിർക്കുന്ന വിധി, എല്ലാ രീതിയിലുമുള്ള വിധി ആന്റി ക്ലൈമാക്സ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെങ്കിൽ 8ാം പ്രതിയായ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഏറ്റവും നിർണായകമായ വിധിയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും വരുന്നത്. ഇനി ദിലീപിന്റെ നാളുകളോ എന്നുള്ളതാണ് ചോദ്യം. നമസ്കാരം. ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഇന്നത്തെ വിധിയും കൂടി വരുന്നതിന് ശേഷം ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ അവശേഷിക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, അതായത് പൾസർ സുനി മുതലുള്ള പ്രതികൾ എന്തിന് ഈ നടിയെ ആക്രമിച്ചു, അത് ആരുടെ കൊട്ടേഷനാണ്, എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ജസ്റ്റിസ് ഹണി എം വർഗീസിന്റെ വിധി പ്രസ്താവന വരുമ്പോൾ പോലും ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ദിലീപ് കുറ്റവിമുക്തനാക്കിയത് എന്നുള്ളത് ഒരു പക്ഷത്ത് നിൽക്കട്ടെ. എന്നാൽ ഇന്നത്തെ വിധിക്ക് ശേഷം നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. 2017 ഫെബ്രുവരി 17 മുതൽ 2025 ഡിസംബർ 8 വരെ ഈ 8.25 വർഷം നീണ്ടു നിൽക്കുന്ന കേരള സമൂഹം ഒട്ടാകെ തന്നെ നെഞ്ചെടുപ്പോടെ കാത്തിരുന്ന ആ വിധിയാണ് ഇന്ന് രാവിലെ 11 മണിക്ക് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്നും പുറത്തേക്ക് വന്നത്. ദിലീപ് വിധി കേട്ടതിന് ശേഷം നെഞ്ച് വിരിച്ച് തല ഉയർത്തി മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും മുന്നിൽ തൊഴുകയോടെ പടിയിറങ്ങി വരുന്ന കാഴ്ച. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നു. ദിലീപ് പറയുന്നത് പ്രധാനമായും 2 കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്പർ 1, മൈക്കെടുത്ത് ആദ്യം സംസാരിച്ച ദിലീപ് പറഞ്ഞത് തന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യർക്കെതിരെയാണ്. മഞ്ജു ദർബാർ ഹാളിൽ വെച്ച് നടത്തിയ ക്രിമിനൽ ഗൂഢാലോചന എന്നുള്ള വാക്കിൻ മുതലാണ് ഈ കേസിൽ ഗൂഢാലോചന എന്നൊരു കാര്യം മുന്നോട്ട് വന്നത്. ദിലീപ് ആദ്യം തന്റെ മുൻ ഭാര്യയായ മഞ്ജു വാര്യർക്കെതിരെ ആഞ്ഞടിക്കുന്നു. പോയിന്റ് നമ്പർ 2, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഉദ്യോഗസ്ഥയായ ബി സന്ധ്യയ്ക്ക് നേരെയാണെന്നതും വ്യക്തം. അങ്ങനെ ദിലീപ് പറയുന്ന ഈ 2 കാരണങ്ങൾക്ക് ശേഷം ദിലീപ് ചിരിച്ച മുഖത്തോടെ ഓടി കോടതി വളപ്പിൽ നിന്നും പുറത്തേക്ക് കാറിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദിലീപിനറിയാം ദിലീപ് ഈ കേസിൽ നിന്നും കുറ്റവിമുക്തനായിരിക്കുന്നു. 9 വർഷത്തോളം തന്നെ വാ മൂടിക്കെട്ടിയ ഈ കേസിൽ നിന്നും ദിലീപിന് ഇനി സംസാരിക്കാമെന്നുള്ളത്. ഇനി പോയിന്റ്, അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ എന്നുള്ളതാണ്. ചോദ്യങ്ങൾ പലതുണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ നിർണായകമായ നമുക്കുത്തരം ലഭിക്കേണ്ട ചോദ്യം അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ എന്നുള്ളത് തന്നെയാണ്. ഇല്ല എന്ന് തന്നെ പൊതുസമൂഹത്തിൽ നിന്നും ഒരു വിഭാഗം പറയുമ്പോൾ നീതി ലഭിക്കും എന്ന് തന്നെയാണ്. നീതി ലഭിച്ചു. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നതോടെ ആ ശിക്ഷാവിധി 12ാം തീയതിയാണ് പ്രേക്ഷകരെ. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷാവിധി 12ാം തീയതി പ്രഖ്യാപിക്കും. ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ ക്രിമിനൽ കുറ്റത്തിൽ പങ്കാളികളാണ് എന്ന് കൃത്യമായ വിധി വന്നു. അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചു എന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗം. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതിജീവിത തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നത് വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ താൻ ഈ വിധിയിൽ സംതൃപ്തയാണോ എന്നുള്ള ചോദ്യത്തിന് പോലും അതിജീവിത മറുപടി നൽകിയിട്ടില്ല. സർക്കാർ ഹൈക്കോടതിയിലേക്ക് നീങ്ങും, അപ്പീലുമായി മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ട പോയിന്റ് നമ്പർ 3. അതായത് ദിലീപിന്റെ ഭാഗത്തു നിന്നും ദിലീപ് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏകദേശം 9 വർഷത്തിന് ശേഷം സംസാരിക്കുന്നു. അതിജീവിതയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിജീവിത സംതൃപ്തയല്ല എന്നത് വ്യക്തമാണ്. കാരണം ഈ സമയത്ത് അവർ പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് സന്തോഷമില്ല, അവർ ഈ വിധിയിൽ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാവുന്നു.
സർക്കാരിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സർക്കാർ മുന്നോട്ട് പോകും. സർക്കാർ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു. സർക്കാർ ഹൈക്കോടതിയിൽ ഇത് മുന്നോട്ട് പോകുന്നു. ഗൂഢാലോചന കുറ്റം തെളിയണം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരണം എന്നുള്ള സർക്കാരിന്റെ വാദവുമായി സർക്കാർ ഹൈക്കോടതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഇനി പോയിന്റ് നമ്പർ 4, ജനങ്ങൾ. എന്താണ് ജനങ്ങളുടെ മുന്നിലുള്ള കാര്യം എന്നുള്ളത് നോക്കാം. ജനങ്ങൾ 2 തട്ടിലായി. 2017 മുതൽ, അല്ലെങ്കിൽ 2017 ജൂലൈ 10 ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ മുതൽ, ദിലീപിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്ത വന്നത് മുതൽ ജനങ്ങൾ 2 പക്ഷത്തേക്ക് തിരിഞ്ഞു. ഒന്ന്, ദിലീപിന് കൃത്യമായി ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട്. എന്നാൽ മറുഭാഗത്ത് ദിലീപിനെ കുടുക്കിയതാണെന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുമുണ്ട്. ഇന്ന് വിധി വന്നതിന് ശേഷവും ഈ 2 വിഭാഗം ജനങ്ങളായിട്ട് തന്നെ തിരിയുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. അത്ഭുതമൊന്നുമില്ല, ഒരു തർക്കവുമില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പോയിന്റ് നമ്പർ 5. ആ പോയിന്റ് നമ്പർ 5 ഇതെല്ലാത്തിൻ്റെയും കൂടെ കൾമിനേഷനാണ്. ഇത് കൃത്യമായ ന്യായമാണോ, ഇത് കൃത്യമായ വിധിയാണോ എന്നുള്ള മനസാക്ഷി ചോദ്യമാണ് പോയിന്റ് നമ്പർ 5. ഈ 5 പോയിന്റുകളും കൂടി നിരത്തി നിർത്തുമ്പോഴാണ് നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ കാര്യം. ഇന്ത്യയിൽ കേൾവിയില്ലാത്ത കേസ്. ബലാത്സംഗത്തിന് ഗൂഢാലോചന നടത്തുക, ഒരു നടിയെ ആക്രമിക്കാൻ വേണ്ടി ഗൂഢാലോചന കുറ്റം ചുമത്തുക, അത് തന്നെയാണ് ഈ കേസിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ പ്രേക്ഷകരെ, ഇന്ന് വിധി വരുമ്പോൾ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ചോദ്യത്തിന് മറുപടിയുമില്ല. എന്തിന്റെ ഗൂഢാലോചന, എന്തിന്റെ പേരിൽ പൾസർ സുനിയും കൂട്ടാളികളും ഈ നടിയെ ആക്രമിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. ആര് പറഞ്ഞിട്ട്, എന്ത് പറഞ്ഞിട്ട്, എങ്ങനെ പറഞ്ഞിട്ട്, എന്തുകൊണ്ട് പറഞ്ഞിട്ട്, ഇതുപോലുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോഴും മറുപടിയില്ല. ആ മറുപടി ഇല്ലാത്തപ്പോഴാണ് ഈ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിധിയെങ്കിൽ, ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമില്ല. അതാര് നടത്തി, എങ്ങനെ നടത്തി എന്നുള്ളതിന് മറുപടി വേണ്ടേ? ആ മറുപടി കിട്ടണം. അതിനാണ് നമ്മൾ അക്ഷമരായി കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിജീവിതയ്ക്ക് ഇപ്പോൾ മറുപടി പറയാനില്ല, പ്രതികരിക്കാനില്ല എന്ന് പോലും അവർ പറയുന്നത്. ആ നീതി ഉറപ്പാക്കേണ്ടതാണ്, ആ നീതി കിട്ടേണ്ടത് തന്നെയാണ്, തർക്കമൊന്നുമില്ല. ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും നിർണായകമായി മാറുന്നതും നമ്മൾ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമം നീതിയുടെ വഴിക്ക് നീങ്ങട്ടെ, അമ്മ കോടതിയെ ബഹുമാനിക്കുന്നു. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനു ശേഷം അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അഥവാ അമ്മ സംഘടനയുടെ പോസ്റ്റാണിത്. ഒരു കാര്യം വ്യക്തമാക്കിക്കോ പ്രേക്ഷകരെ, ദിലീപ് കുറ്റവിമുക്തനാകുമ്പോഴേക്കും ഇനി മലയാളം സിനിമയിൽ തന്നെ പുതിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്കറിയാം 2017 തൊട്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അറസ്റ്റിലായതിനു പിന്നാലെ മലയാള സിനിമയിൽ ഒരു ശുദ്ധീകലശം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഉണ്ടായ മാറ്റങ്ങൾ, WCC വന്നതിന് ശേഷം ഉണ്ടായ അവർ കൃത്യമായി ഉന്നയിച്ച അവരുടെ ആവശ്യങ്ങൾ, ഇതെല്ലാം അമ്മയ്ക്ക് വഴങ്ങേണ്ടി വന്നു. മലയാള സിനിമാ മേഖല ഒരു താരാധിപത്യത്തിൽ നിറഞ്ഞെടുത്തു നിന്ന് എല്ലാവരെയും പരിഗണിക്കുന്ന രീതിയിലേക്ക് മാറ്റാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണവും കൂടിയായി നടി ആക്രമിച്ച കേസ് മാറി എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. ഇപ്പോൾ ദിലീപ് കുറ്റവിമുക്തരാകുമ്പോഴേക്കും സാഹചര്യങ്ങൾ വീണ്ടും മാറി മറിയുകയാണ്. ഇനി നടക്കാൻ പോകുന്നത് അമ്മ സംഘടനയിലേക്ക് ദിലീപ് തിരിച്ചെത്തും, ഫെഫ്ക സംഘടനയിലേക്ക് ദിലീപ് തിരിച്ചെത്തും, ഫിയോക്കിലേക്ക് ദിലീപ് തിരിച്ചെത്തും. അങ്ങനെ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന സമസ്ത സംഘടനകളിലേക്കും ദിലീപ് തിരികെ എത്തുമെന്നത് തന്നെയാണ് ഈ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി പ്രകാരം നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുന്നത്. ഏറ്റവും ഒടുവിൽ അമ്മ അസോസിയേഷന്റെ പ്രതിനിധിയായ ലക്ഷ്മി പ്രിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞ കാര്യം എന്താണ്? ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് പുള്ളിക്കാരി ഇതുവന്ന് പറഞ്ഞത്. ലക്ഷ്മി പ്രിയ പറഞ്ഞതാണ്, ദിലീപ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല, എന്നാൽ താൻ നടിക്കൊപ്പമാണ് എന്നുള്ളതാണ് ലക്ഷ്മി പ്രിയ മുന്നോട്ട് വെച്ചിരുന്ന അവരുടെ ആദ്യത്തെ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് അമ്മ സംഘടനയിലേക്ക് ദിലീപ് തിരികെ വരും. ദിലീപ് പുറത്താകുന്നതിന് മുമ്പ് അമ്മ സംഘടനയിലെ ട്രഷററായിരുന്നു. ആ സമയത്ത് ദിലീപ് പരമോന്നതിയിൽ നിൽക്കുകയാണ്. അതായത് മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ താരങ്ങളെ പോലും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ദിലീപ് മാറുന്നു എന്നുള്ള ഇൻസൈഡ് ആയിട്ടുള്ള അമ്മ സംഘടനയിലുള്ള പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ആ സമയത്താണ് ദിലീപ് ട്രഷററായിട്ട് നിന്നുകൊണ്ട് അമ്മ സംഘടന ഭരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ദിലീപിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുന്ന നിലപാട് മമ്മൂട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത്. അമ്മ സംഘടനയുടെ കൂട്ടായ തീരുമാനം എന്ന രീതിയിൽ. അതിനുശേഷം ഫെഫ്കയിൽ നിന്നും പുറത്താക്കുന്നു. ഫിയോക്കിന്റെ നെടുന്തൂണെന്നൊക്കെ പറയാൻ പറ്റുന്ന ദിലീപ് ഫിയോക്ക് സംഘടനയിൽ നിന്നും പുറത്താകുന്നു. അങ്ങനെ എല്ലാ സംഘടനയിൽ നിന്നും പുറത്തായ ദിലീപ് തന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. 8.25 വർഷത്തിന് ശേഷം താൻ നിരപരാധിയാണെന്ന് പൊതുസമൂഹത്തിന് മുന്നാലെ അറിയിക്കുമ്പോൾ പല സംഘടനയിലേക്കും തിരികെ എത്താനും ആ പവർ റീഗെയിൻ ചെയ്യാനുമുള്ള ദിലീപിന്റെ നാളുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. സ്വാഭാവികമായും ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിലേക്ക് മാറി എങ്ങനെയായിരിക്കാം ഇനി ഈ സംഘടനകൾ പ്രവർത്തിക്കുക എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം
നമുക്കറിയാം വർഷങ്ങൾക്ക് ശേഷം അമ്മ എന്ന സംഘടനയിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് ആകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ശ്വേതാ മേനോനാണ് അമ്മയുടെ പ്രസിഡന്റ്. അങ്ങനെ വനിതാ പ്രസിഡന്റ് അമ്മ സംഘടനയിൽ ആദ്യമായി വന്നതിന് ശേഷം ഇപ്പോൾ ദിലീപ് കുറ്റവിമുക്തനും കൂടി ആകുമ്പോഴേക്കും ദിലീപ് ഈ സംഘടനയിലേക്ക് എത്തുമോ? ദിലീപിനെ ഈ സംഘടനയിലുള്ളവർ തിരികെ വിളിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഈ ലക്ഷ്മിപ്രിയ, ശ്വേതാ മേനോൻ അടങ്ങുന്ന അമ്മയിലെ തലപ്പത്ത് നിൽക്കുന്നവർ ദിലീപിനെ തിരികെ വിളിക്കുമോ? നിരപരാധി ആയതുകൊണ്ട് ദിലീപിനെ തിരികെ അംഗത്വം വീണ്ടും കൊടുക്കാൻ അമ്മ സംഘടന നിർബന്ധിതരാകുമോ എന്നൊരു വളരെ നിർണായകമായ ഒരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് നടക്കാൻ പോകുന്നത് നാടകീയമായ രംഗങ്ങളാണ്. അതായത് മലയാള സിനിമയിൽ മാത്രമല്ല, മലയാള സിനിമാ സംഘടനകളിൽ പോലും ദിലീപ് എന്ന ആധിപത്യം എങ്ങനെയാണോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത് അതുപോലെ വീണ്ടും വരാൻ പോവുകയാണോ എന്നുള്ള ചോദ്യവും കൂടെ നിൽക്കുകയാണ്. ഫെഫ്കയിൽ നിന്നും ബി ഉണ്ണികൃഷ്ണൻ ഒരു ചെറിയ സൂചനകൾ നൽകുന്നുണ്ട്. ഫെഫ്കയിൽ നിന്ന് ദിലീപിനെ തിരികെ എടുക്കാനുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ള ബി ഉണ്ണികൃഷ്ണന്റെ സൂചനയെ നിങ്ങൾ തള്ളിക്കളയരുത്. ഫിയോക്ക് എന്ന തിയേറ്റർ സംഘടന ഉണ്ടാക്കിയതേ ദിലീപാണ്. ആ ദിലീപിനെ ഫിയോക്കിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ നിങ്ങൾ ഞെട്ടരുത്. KFP എന്ന കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് നിർമ്മാതാവായ ദിലീപ് തലപ്പത്തെത്തിയാലും അതിൽ അത്ഭുതപ്പെടരുത്. പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരെ, സിനിമാ മേഖലയിലുള്ള പ്രധാന സംഘടനകളിലൊക്കെ കയ്യൊപ്പ് ചാർത്തിയ ദിലീപ് അതിൽ നിന്നെല്ലാം അദ്ദേഹത്തെ ഒഴിച്ചു മാറ്റിയപ്പോഴേക്കും, നിരപരാധിയാകുമ്പോഴേക്കും വീണ്ടും എല്ലാ സംഘടനകളിലേക്കും തിരികെ എത്താൻ ശ്രമിക്കുകയാണോ ദിലീപ് എന്ന ചോദ്യവും കൂടിയുണ്ട്. ഇതെല്ലാം വളരെ നിർണായകമാണ്. ഇതെല്ലാം വളരെ ഗുരുതരവും കൂടിയാണ്. ഇതെല്ലാം ശ്രദ്ധിച്ചു വീക്ഷിക്കേണ്ടതാണ്. കാരണം വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് നാടകീയ രംഗങ്ങളാണ്. ഇതെല്ലാം സംഭവിച്ചാലും ഞെട്ടണ്ട. കാരണം നിരപരാധിയായിട്ട് ദിലീപ് പുറത്തേക്ക് വരുമ്പോഴേക്കും ദിലീപിനെ പിന്താങ്ങാൻ ദിലീപ് അനുകൂലികൾ എല്ലാ സംഘടനയിലുമുണ്ട്. ഇതെല്ലാം സംഭവിക്കുമെന്നത് തന്നെ വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇതിൽ അത്ഭുതപ്പെടരുത്. അതിനു മുമ്പേ ഒരു സൂചന നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊക്കെ തന്നെയായിരിക്കാം ഇനി സംഭവിക്കാനും പോകുന്നത്. അതേ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നതും വേണം വ്യക്തമാക്കാനും മനസ്സിലാക്കാനും. അതുകൊണ്ട് തന്നെയാണ് ദിലീപ് ഇനി സംഘടനകളിലേക്ക് ചെക്കേറിയാൽ പോലും ഇത്രയും നാളും ഒരു സംഘടനയിലും ഇല്ലാതെ മലയാള സിനിമയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ദിലീപ് ഇനി അമ്മ സംഘടനയിൽ എത്തിയാലും ഇനി വേറെ സംഘടനകളിൽ എത്തിയാൽ പോലും ചോദിക്കുന്ന പൊസിഷനിലേക്ക് പോലും കാര്യങ്ങൾ മാറുമോ എന്നതും അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദിലീപ് ചോദിക്കുന്ന പൊസിഷനിലേക്ക് കാര്യങ്ങൾ മാറുമോ? തന്നെ നിരപരാധിത്വം, താൻ നിരപരാധിയായിരിക്കെ പോലും, താൻ 100 വട്ടം താൻ നിരപരാധിയാണെന്ന് ഈ സംഘടനകൾക്കൊട്ടാകെ പറഞ്ഞപ്പോൾ പോലും പ്രഷർ കാരണം, പൊളിറ്റിക്കൽ സോഷ്യൽ പ്രഷർ കാരണം ദിലീപിനെ പുറത്താക്കി. ആ പുറത്താക്കിയ സാഹചര്യത്തിൽ നിന്നാണ് ദിലീപിനെ വീണ്ടും തിരികെ എത്തിക്കേണ്ട ഉത്തരവാദിത്വവും കൂടി സംഘടനകളിലേക്ക് വരുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. ദിലീപ് സംഘടനകളിൽ നിന്നും മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണോ എന്നുള്ള നിർണായകമായ ചോദ്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടനകളിലൊക്കെ ദിലീപ് തലപ്പത്തേക്കോ അല്ലെങ്കിൽ ഇതിന്റെ അംഗത്വത്തിലേക്കോ വന്നാൽ പോലും അത്ഭുതപ്പെടാനൊന്നുമില്ല. വീണ്ടും പഴയപടി കാര്യങ്ങൾ മാറാൻ പോവുകയാണോ എന്നുള്ള സംശയങ്ങളിൽ നിൽക്കുകയാണ് മലയാള സിനിമാ ലോകവും അതിനെ ഉറ്റുനോക്കുന്ന പ്രേക്ഷകർ. നെറ്റിയിൽ ചന്ദനക്കുറി ഇട്ടിരിക്കുന്നത് വെളുത്ത ഷർട്ടും മുണ്ടും. ദിലീപ് രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദിലീപിന്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ദിലീപ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ദിലീപ് അടിമുടി ഭക്തനാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദിലീപ് ന്യൂമറോളജി പ്രകാരം തൻ്റെ പേരിൽ ഒരു എക്സ്ട്രയായി ഐ ചേർത്ത് DILEEP എന്ന ദിലീപ് എന്ന നാമം DILIEEP എന്ന് പോലും മാറ്റിയത് ഈ ന്യൂമറോളജി പ്രകാരം തന്നെയാണ്. അങ്ങനെ അടിമുടി ഭക്തനായ ദിലീപ് ഇന്ന് രാവിലെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് പോയതും അതേ ഭക്തിയോടുകൂടിയാണ്. കഴിഞ്ഞ 8.25 വർഷമായി ദിലീപിനോട് പലതവണ ആവർത്തിക്കുമ്പോൾ പോലും എൻ്റെ ഒപ്പം ഈശ്വരനുണ്ട്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. ജോർജ് ഏട്ടൻസ് പൂരത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾക്കിടയിൽ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ദിലീപിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ പോലും വടക്കുംനാഥന്റെ നടയിൽ വെച്ചുകൊണ്ടാണ് ദിലീപ് പറഞ്ഞത്, ഈ വടക്കുംനാഥനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, മനസ്സാവാച ഞാൻ അറിയാത്ത ഒരു തെറ്റിനാണ് കഴിഞ്ഞ കുറെ ദിവസമായി ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വടക്കുംനാഥനെ സാക്ഷി നിർത്തിക്കൊണ്ട് ദിലീപ് ആ പറഞ്ഞ വാചകത്തിൽ പോലും അടിമുടി ഭക്തനായ ദിലീപിനെ കാണാൻ സാധിക്കും. അങ്ങനെ ദിലീപ് പലകുറിയായി ഇതുപോലെ ഭക്തി നിറഞ്ഞ ജീവിതത്തെക്കുറിച്ച് ദിലീപ് സംസാരിക്കാറുണ്ട്. എപ്പോഴും തൻ്റെ ഒപ്പം ഈശ്വരനുണ്ട്, താൻ അത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നതും ദിലീപ് പറയാറുണ്ട്. പറയുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ഭബ്ബ എന്ന ദിലീപിന്റെ ഏറ്റവും ഒടുവിലത്തെ സിനിമ അതിന്റെ റിലീസ് ഡിസംബർ 18-ാം തീയതി വരാൻ പോവുകയാണ്. ആ റിലീസ് എന്താകുമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ദിലീപ് തൻ്റെ പോർഷൻസ് എല്ലാം തന്നെ ഡബ്ബിംഗ് ഉൾപ്പെടെ തനിക്ക് ആ സിനിമയിൽ ഇനി ജോലികൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി കൊച്ചിയിലെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്റ്റുഡിയോയിൽ വെച്ച് ദിലീപ് എല്ലാ വർക്കുകളും പൂർത്തിയാക്കി. ദിലീപ് എല്ലാ പണിപ്പുരകളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇന്ന് പുലർച്ചെ വിധി കേൾക്കാൻ വേണ്ടിയിട്ട് ദിലീപ് എത്തുന്നത്. ദിലീപ് കോടതിയിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ, അതായത് 9:50 ദിലീപ് വീട്ടിൽ നിന്നും പുറപ്പെടുന്നത്. ഏകദേശം
ഒരു 9:40 കൂടിയാണ് ദിലീപ് വീട്ടിൽ നിന്നും പുറപ്പെടുന്നത്. ഡ്രോൺ വിഷ്വൽസ് ഉൾപ്പെടെ മാധ്യമങ്ങൾ പുറത്ത് കൊടുത്തപ്പോൾ പോലും ദിലീപിന്റെ സഹായി കുട പിടിച്ച് ആ വിഷ്വൽസിൽ പോലും ദിലീപിന്റെ മുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നടയിൽ നിന്ന് കാറിലേക്ക് വരെ പോകുന്നത് പോലും ആ കുട കൊണ്ട് മറച്ചുകൊണ്ടാണ് ദിലീപിനെ കൊണ്ടുപോയത്. അപ്പോൾ പോലും ദിലീപ് വളരെ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെ തൊട്ട് കയ്യിൽ നൂലൊക്കെ കെട്ടി വളരെ ഭക്തിയോടെ വെള്ള ഷർട്ട്, വെള്ള ഒരു പോസിറ്റീവ് സമാധാനവും ഒക്കെ പ്രതീക്ഷിക്കുന്നതും വളരെ പോസിറ്റിവിറ്റി നൽകുന്നതും ശുഭപ്രതീക്ഷയോടെയും കാണുന്നൊരു നിറമായിട്ടാണ് പലരും വെള്ളയെ കാണുന്നത്. അതേ വെള്ള ഷർട്ട് വിട്ടുകൊണ്ടാണ് ദിലീപ് കോടതിയിലേക്ക് പോകുന്നത്. അപ്പോൾ പോലും മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല, മിണ്ടാതിരിക്കുന്നു. കോടതിയിലേക്ക് പോവാം എന്നുള്ള രീതിയിലേക്ക്. പക്ഷേ ദിലീപിന് ഈ വിധി നേരത്തെ അറിയാമായിരുന്നു എന്നുള്ള സംശയങ്ങളും കൂടെ നിൽക്കുകയാണ്. ദിലീപ് പോകുന്നു, അവിടെ എത്തിയിട്ട് നിരപരാധിയാണെന്ന് മനസ്സിലാക്കുന്നു. കോടതിയിൽ പടിക്കെട്ടിൽ നിന്നും ഇറങ്ങി വരുമ്പോഴേക്കും ചിരിച്ച് തലയുയർത്തി പ്രസന്നവദനായി മാധ്യമങ്ങൾക്ക് മുന്നാകെ തൊഴുകയോടെ നിൽക്കുന്ന കാഴ്ചയും കൊണ്ട്. അത് ദിലീപ് തൻ്റെ ആരാധകരുമുണ്ട്, അഭിഭാഷകരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും വലയത്തിൽ നിന്നുകൊണ്ടാണ് ദിലീപ് വരുന്നത്. ദിലീപ് വന്നതിന് ശേഷം ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കാണുമ്പോൾ സംസാരിക്കുമ്പോൾ പോലും ദിലീപ് പറയുന്നത് ദൈവത്തോട് നന്ദി എന്നാണ്. അതിനുശേഷമാണ് മഞ്ജു വാര്യർ പറഞ്ഞ ആ ഗൂഢാലോചനയിൽ പോലും ദിലീപ് അതിലേക്ക് നീങ്ങുന്നത്. ആദ്യം എന്ന് പറയുന്നത് ദൈവത്തിന് നന്ദിയാണ്. അങ്ങനെ അടിമുടി ഭക്തനായ ദിലീപ്, ദിലീപിന്റെ ഈശ്വരൻ, ദിലീപ് വിശ്വസിക്കുന്ന ദൈവം ദിലീപിനെ കൈവിട്ടിട്ടില്ല എന്നത് വേണം ഈ വിധിക്ക് ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നത് വേണം കൃത്യമായി സൂചിപ്പിക്കുകയും ചെയ്യാൻ. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ. ശ്രീജിത്ത് പണിക്കർ രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹം ദിലീപിനെ കുറിച്ചിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമുക്കൊന്ന് പോവാം. ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇനി അയാൾ പറയട്ടെ, നടി ആക്രമിക്കപ്പെട്ട കേസിൽ നമ്മൾ ഇതുവരെ കേട്ടത് ഒരു പക്ഷം മാത്രമാണ്. ഇരുപക്ഷവും കേട്ടതും തെളിവുകൾ കണ്ടതും കോടതി മാത്രമാണ്. ഒരു കൊടും ക്രിമിനലിന്റെ വാക്കുകേട്ട് 8 കൊല്ലം അന്വേഷിച്ചിട്ടും ഗൂഢാലോചനയും കൊട്ടേഷൻ കൊടുക്കലും ഒന്നും കോടതിയെ ബോധിപ്പിക്കാൻ കേരള പോലീസിലെ മിടുക്കർക്കും ചാനൽ ചർച്ചകളിൽ ഡയലോഗ് കാച്ചിയ അഭിഭാഷകർക്കും സാധിച്ചില്ലെങ്കിൽ ബാക്കി ഇനി അയാൾ പറയട്ടെ. 8 കൊല്ലം എന്നത് ഒരു ചെറിയ സമയമല്ലെന്ന് എല്ലാവരും സമ്മതിക്കുമല്ലോ. ഇന്ന് തോറ്റത് പ്രോസിക്യൂഷൻ മാത്രമല്ല, ഏകപക്ഷീയമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മിക്ക മാധ്യമങ്ങളും കൂടിയാണ്. ദിലീപ് തന്റെ കേസ് നേരിട്ടത് സോഷ്യൽ മീഡിയയിലല്ല, കോടതിയിലാണ്. അയാൾക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. അതിന് കേരളത്തിനും ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ശ്രീജിത്ത് പണിക്കർ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ദിലീപ് നിരപരാധിയാണെന്ന് തെളിയിച്ചതിന് പിന്നാലെ ശ്രീജിത്ത് പണിക്കർ, അഖിൽ മാരാർ, രാഹുൽ ഈശ്വർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുകയാണ്. രാഹുൽ ഈശ്വറിന്റെ പോസ്റ്റ്, രാഹുൽ ഈശ്വറിന്റെ ഭാര്യയായ ദീപ രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തത് ദിലീപിനൊപ്പമുള്ള ചിത്രവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ പുറത്തായിരുന്നെങ്കിൽ ദിലീപിന് വേണ്ടി വാദിക്കാനും മുൻകൈയിൽ നിൽക്കാനും ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഈശ്വർ ഉണ്ടായത്. അങ്ങനെ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് പലരും പോസ്റ്റ് ഇട്ട് രംഗത്തെത്തുന്ന സാഹചര്യം കൂടിയുണ്ട്. സംഘടനകൾ പതുക്കെ ദിലീപിന് വേണ്ടി വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെ ദിലീപിന് അനുകൂലമായി കാറ്റുകൾ വീശിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 8.25 വർഷങ്ങൾക്ക് ശേഷം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദിലീപ് എന്ന ഭക്തൻ, ആ ഭക്തൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ ദിലീപിനെ കൈവിട്ടിട്ടില്ല എന്നത് വേണം ഇന്നത്തെ വിധിയോടുകൂടി മനസ്സിലാക്കാൻ. ദിലീപിന് പൂർവാധിക ശക്തിയോടെ സിനിമാ മേഖലയിലേക്ക് വരുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അതൊരു വളരെ നിർണായകമായ ഒരു ചോദ്യം കൂടിയാണ്. ഇനിയും ദിലീപിനൊപ്പം എത്ര പേർ സഹകരിക്കുമെന്നത് വളരെ നിർണായകമായ ഒരു ചോദ്യമാണ്. ദിലീപിനൊപ്പം എത്ര പേർ കൂടെ നിൽക്കും, എത്ര പേർ ഇനി സിനിമ ചെയ്യും, എത്ര പേർ സംഘടനയിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ പോലും ദിലീപിനെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദിലീപിന് ഇനിയുള്ള സിനിമകൾ പ്രവർത്തിക്കാൻ എത്ര പേർ തയ്യാറാകും എന്നൊരു വളരെ നിർണായകമായ ഒരു ചോദ്യവും കൂടി നിൽപ്പുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കാം കാര്യങ്ങൾ മാറുക എന്നത് നോക്കിക്കാണാം.